ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയതായിട്ടുള്ള സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 13 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സമയമെടുക്കാം. നമ്മൾ 12-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിച്ച് നിർത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. തുടർന്ന് നാം വായിക്കുന്നത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രവർത്തനം എങ്ങനെയാണ് നമ്മളിൽ ഉളവാകുന്നത് എന്ന് അതിനൊരു വിശദീകരണമായിട്ടാണ് പിന്നീട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന പ്രവൃത്തികൾ ഇന്ന അളവിൽ ചെയ്താൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിങ്ങളെ സ്വീകാര്യരാകും എന്നൊന്നും നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. വചനത്തിൽ അങ്ങനെ ഒരു ഉപദേശമില്ല. മറ്റ് പല മതങ്ങളിലും അല്ലെങ്കിൽ പല ക്രിസ്തീയ സഭകൾ എന്ന് പറയുന്നതായിട്ടുള്ള സഭകളിലും അവരുടെ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ചില കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് നിത്യജീവൻ ലഭിക്കും, അല്ലെങ്കിൽ പുനരുത്ഥാനം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായ ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഏതെങ്കിലും ചില കർമ്മങ്ങളിലൂടെ നാം കടന്നുപോയാൽ നമുക്ക് അത് ദൈവത്തിന് പ്രസാദകരമായി തീരും എന്നുള്ളതായുള്ള ചിന്ത നമുക്ക് ഒരിക്കലും വരുവാനായിട്ട് കഴിയുകയില്ല. അത് സാധിക്കുകയില്ല എന്നാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്. ആ പ്രവൃത്തിയെക്കുറിച്ച് കൃത്യമായിട്ട് അങ്ങനെ ഒന്നും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും, ഇച്ഛയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. നമ്മളുടെ ഒരു ആഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ തീരുമാനത്തിൽ നിന്നാണ് പ്രവൃത്തികൾ ഉളവാകുന്നത്. അപ്പോൾ ഈ ഇച്ഛയും അത് ചെയ്യുവാനുള്ള ശക്തിയും, അല്ലെങ്കിൽ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങളും, അത് യഥാർത്ഥത്തിൽ ദൈവമാണ് നിങ്ങളിൽ പ്രസാദിക്കുന്നത് കൊണ്ട്, തിരുവുള്ളം ഉണ്ടായിട്ട് ദൈവമാണ് അത് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ നാളെ മുതൽ ഇന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് ആർക്കും പറഞ്ഞ് പോകാനായിട്ട് കഴിയുകയില്ല. കാരണം ഈ പ്രവൃത്തി നമ്മിൽ ചെയ്യുന്നത് ദൈവമാണ്. അതിൻ്റെ ആഗ്രഹവും ആ പ്രവൃത്തിയും നമ്മളിലൂടെ നിവർത്തിക്കുന്ന ദൈവമാണ്. എന്നാൽ അതിന് നമ്മെ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. ഇന്ന് ക്രിസ്തീയ ലോകം അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചില പ്രവൃത്തികൾ അവരുടെ ജഡത്തിൽ നിന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഉളവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഓരോരുത്തർക്കും അവരവർക്ക് താല്പര്യമുള്ളതായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടും. അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അവർ വിട്ടുകളയും. ഓരോരുത്തരെ കൊണ്ടും കഴിയുന്നത് അവർ ചെയ്യും. അങ്ങനെയുള്ള ഒരു തലത്തിൽ യാതൊരു കൃത്യതയും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തികളാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്, സ്വീകാര്യമായത്. അതുകൊണ്ടാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാനായിട്ട് കഴിയില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിരീശ്വരവാദികളും ബഹുദൈവ വിശ്വാസികളും അങ്ങനെയുള്ള സത്യദൈവത്തെ മനസ്സിലാക്കാത്ത ആളുകളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അവർക്ക് എത്രയോ നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയുവാനായിട്ട് കഴിയും. നമുക്ക് എല്ലാം ചുറ്റും നാം അത് കാണുന്നതാണ്. എന്നാൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ
അതിലൊരു വലിയ ആത്മീക അർത്ഥമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് യേശു നമ്മളിലൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള പ്രവൃത്തികളുള്ളൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം ഇന്ന് മനസ്സിലാക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ് എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനും മനുഷ്യനെ സന്തോഷിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ അനേകം പ്രവർത്തന മേഖലകളിലുണ്ട്. എന്നാൽ അത് ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ അതിനെക്കുറിച്ച് സ്വീകാര്യതയുള്ളൂ. നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ ഒരു തീയിലൂടെ കടത്തിവിടും എന്ന് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി. തീയിലൂടെ കടത്തിവിടും. പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് പുല്ല്, വൈക്കോൽ, മരം മുതലായിട്ടുള്ളവയാൽ ഉള്ളതായിട്ടുള്ള പണികളും, അതുപോലെ തന്നെ വിലയേറിയ മുത്തുകൾ, പൊന്ന്, വെള്ളി മുതലായവ കൊണ്ടുള്ളതായിട്ടുള്ള പണികളും. അപ്പോൾ ഈ നമ്മുടെ പണികൾ, അതായത് മനുഷ്യർ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ പണികളെ തന്നെ അവിടെ രണ്ട് വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, വിലയില്ലാത്ത അല്ലെങ്കിൽ വില കുറഞ്ഞതായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുള്ള പണികളും, മറ്റൊന്ന് വളരെയേറെ മൂല്യമുള്ള വസ്തുക്കളെ കൊണ്ടുള്ള പണികളും. വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ പുല്ല്, മരം, വൈക്കോല്, ഇതൊക്കെ നമ്മൾ ഒരു വേസ്റ്റ് എന്ന പോലെ പുറത്ത് കളയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവസന്നിധിയിലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ആ ഒരു നിലവാരത്തിലുള്ളത് ആയിത്തീരാൻ സാധിക്കും. അതുപോലെ തന്നെ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ, അവ കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒരു മനുഷ്യന് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ പുറമേ നിന്ന് നോക്കിയാൽ ഇത് തമ്മിലൊരു വ്യത്യാസങ്ങളൊന്നും ഒരുപക്ഷെ കാണുവാനായിട്ട് കഴിയില്ല. ഈ പ്രവൃത്തികൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സുവിശേഷം പറയുന്നു, നമ്മൾ ഈ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിച്ചു, ചിലര് അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നു, മറ്റു ചിലര് പൗലോസ് അപ്പോസ്തലന് തൻ്റെ ബന്ധനത്തിൽ കൂടുതൽ ക്ലേശം വരുന്നതിന് വേണ്ടി ചെയ്യുന്നു. ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുകയാണ് രണ്ടുപേരും ചെയ്യുന്നത്. എന്നാൽ ഒരാളുടെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവസ്നേഹവും മറ്റൊരാളുടെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനോടുള്ള അസൂയയുമാണ്. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നതായിട്ടുള്ള ആളുകൾ അതിനെ വിലയിരുത്തിയാൽ അവിടെ നമുക്ക് ആർക്കും അതിലൊരു വലിയ വ്യത്യാസമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. മനുഷ്യൻ്റെ ആന്തരിക മനോഭാവങ്ങളെ ഒരിക്കലും പുറത്ത് കാണുവാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു തീയിലൂടെ കടത്തിവിടും എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുല്ലും വൈക്കോലും അതുപോലെ മരം കൊണ്ടുള്ള പണികളെല്ലാം വെന്തു പോകും. പിന്നെ കഷ്ടി ആ മനുഷ്യൻ ഒരുപക്ഷെ ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെടുമായിരിക്കും. എന്നാൽ വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ളതായ പണികളൊക്കെയും നിലനിൽക്കും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആരെയെങ്കിലും പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്ഥാനങ്ങളോ മാനങ്ങളോ കിട്ടുന്നതിന് വേണ്ടി നാം ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും, അതൊക്കെ ഈ കല്ല്, മരം, അല്ല, ഈ പുല്ല്, വൈക്കോല്, മരം എന്നിവ കൊണ്ടുള്ള പണി പോലെയാണ്. അതൊരിക്കലും ദൈവസന്നിധിയിൽ ദൈവം അതിനെ തീയിലൂടെ പരിശോധിക്കുമ്പോൾ അതൊന്നും നിലനിൽക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാവ് ഓരോരുത്തർക്കും കൊടുക്കുന്നതായിട്ടുള്ള ആലോചനകളിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളത്. അത് മുന്തിരി വള്ളിയിൽ വസിച്ചുകൊണ്ട് ആ വള്ളിയിൽ നിന്ന് ലഭിക്കുന്നതായ രസങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ആഗ്രഹങ്ങൾ തരുന്നതും ഇച്ഛകൾ തരുന്നതും അത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതും ദൈവമായിരിക്കേണ്ടത് ആവശ്യമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ദൈവത്തിൽ നിന്നല്ല, ദൈവാത്മാവിൻ്റെ ആലോചനയാലുമല്ല പ്രവർത്തനങ്ങളെങ്കിൽ അതിനെ ജഡത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. അത് ദൈവത്തോട് വിരോധമാണ്, അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല
ദൈവത്തിൽ നിന്നുള്ള ആലോചന പ്രകാരം മാത്രം ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വീണ്ടും 14-ാമത്തെ വാക്യത്തില്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്വിൻ. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്വിൻ. അപ്പോൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ, നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഈ സുവിശേഷം പത്രോസ് അപ്പോസ്തലൻ ആദ്യം പ്രസംഗിച്ച സുവിശേഷത്തിൽ തന്നെ നമുക്ക് അത് സംബന്ധിച്ച് പത്രോസ് അപ്പോസ്തലന്റെ ഒരു പ്രസ്താവന നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പത്രോസ് പ്രസംഗിച്ചതായിട്ടുള്ള ആ പ്രസംഗമാണ് അതുപോലെയുള്ള പ്രസംഗങ്ങൾ കേട്ട് രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളോട് വീണ്ടും ഒരു ലേഖന രൂപത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പത്രോസ് പറയുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ്? അവിടെ അവരുടെ ഇടയിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിക്കണം. അപ്പോൾ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകം വിട്ടു പോകണം എന്നുള്ളതല്ല. അത് കർത്താവ് തന്നെ പറഞ്ഞു, അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, മറിച്ച് ലോകത്തിൽ അവരെ സൂക്ഷിക്കണമെന്നാണ്. ഈ ലോകത്തിലെ ആളുകളിൽ നിന്ന് നമുക്ക് വിട്ടുമാറി ഒരു ഏകാന്ത വനവാസം ഒന്നും ചെയ്ത് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. ദൈവം അങ്ങനെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ കോട്ടമുള്ള തലമുറയുടേതായിട്ടുള്ള ദൂഷ്യങ്ങളൊന്നും നമ്മെ ബാധിക്കാതെ, നമ്മിൽ വരാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നടുവിൽ അനിന്ദ്യരായിരിക്കണം എന്ന് വെച്ചാൽ നിന്ദിക്കപ്പെടാനായിട്ട് യാതൊരു വക കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ ഒരു നിന്ദാപാത്രമായിട്ട് ആരെങ്കിലും നമ്മെ തുച്ഛീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ഇത് ശരിയല്ല, ഈ ആൾ ശരിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. പിന്നെ പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും, ഇതൊന്നും ഈ ലോകത്തിലെ ദുഷ്ടലോകത്തിലെ രീതികളല്ല. അല്ലെങ്കിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ രീതി എന്ന് പറയുന്നത് അവര് നിന്ദിക്കപ്പെടുന്നവരും പരമാർത്ഥികളല്ലാത്തവരും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളല്ല, മറിച്ച് അവര് പാപത്തിൽ ജീവിക്കുന്നവരും പാപത്തിന്റെ അടിമകളും അനീതിയിൽ രസിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അങ്ങനെയുള്ള ഈ തലമുറയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരുടേതായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങൾക്കും നാം കൂട്ടാളികളാകാതെ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ആരാലും നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് നമ്മെക്കുറിച്ചൊരു പരാതി പറയാൻ വകയില്ലാതെ ഉള്ള ഒരു ജീവിതമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതാണ് ഈ വക്രതയുള്ള കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ ലോകത്തിൽ ആരുമായിട്ടും നമുക്കൊരു ബന്ധം പാടില്ലെന്നോ അവരുടെ കൂടെ നടക്കാൻ പാടില്ലെന്നോ ഒന്നുമല്ല. അങ്ങനെയുള്ളൊരു പരിപാടിയുമില്ല. ഈ ലോകത്തിൽ നമുക്ക് ചുറ്റുമുള്ളത് ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും പിൻചെല്ലുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ എത്രയോ ഒരു ന്യൂനപക്ഷമാണ്. അതെല്ലാ കാലത്തും ദൈവത്തിന്റെ പിന്നാലെ യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിന്ന ആളുകൾ ഒരു ന്യൂനപക്ഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ പരമാർത്ഥികളും അനിന്ദ്യരും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആയിട്ട് നാം ജീവിക്കണം. അങ്ങനെ ലോകത്തിൻ്റെ കളങ്കങ്ങളൊന്നും പറ്റാതെ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത്. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്വിൻ. എന്തുകൊണ്ടാണ് ഈ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്വിൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നാം ഈ അധ്യായത്തിന് തന്നെ മുകൾ ഭാഗത്തേക്ക് നാം ഇതിനു മുമ്പ് പഠിച്ചതായിട്ടുള്ള ആ ഭാഗത്തേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് അതിനുള്ള ഒരു പശ്ചാത്തലം കാണാനായിട്ട് കഴിയും. ഈ പിറുപിറുപ്പും വാദവും എന്ന് പറയുന്നത് ഏക മനസ്സില്ലാതെ
സ്നേഹമില്ലാതെ, ഐക്യമില്ലാതെ, ഏകഭാവമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഈ പിറുപിറുപ്പും വാദവും ഉണ്ടാകുക. അതുപോലെ തന്നെ ഈ ശാഠ്യവും ദുരഭിമാനവും ഉള്ള ആളുകൾ സ്വന്തം ഗുണം നോക്കാതെ, അല്ല, സ്വന്തം ഗുണം മാത്രവും നോക്കി മറ്റുള്ളവന്റെ ഗുണം നോക്കാത്തവനും, അതുപോലെ തന്നെ ക്രിസ്തുവേശുവിലുള്ള ഭാവമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറഞ്ഞു വരുന്നത് എന്ന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ പിറുപിറുപ്പും വാദവും കൂടാതെ നാം എല്ലാം ചെയ്താൽ മാത്രമേ ഈ ലോകത്തിൽ ഈ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടതിന്, അതായത് അവരുടേതായ യാതൊരു മാലിന്യങ്ങളും നമ്മിൽ ബാധിക്കാതിരിക്കേണ്ടതിന് നമുക്ക് ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഒന്നും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. അതായത് താഴ്മയോടെ നാം ജീവിക്കണം, ഏക മനസ്സോടെ ജീവിക്കണം, ഏകഭാവത്തോടു കൂടി ജീവിക്കണം. അങ്ങനെ സഭ ഏക മനസ്സിലും ഏകഭാവത്തിലും ഐക്യത്തിലും കർത്താവിൻ്റെ മനോഭാവത്തിലും താഴ്മയിലുമൊക്കെ ഓരോരുത്തരും ജീവിക്കുകയും മറ്റുള്ളവനെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ പിറുപിറുപ്പും വാദവും കൂടാതെ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് ഒരു വേർപാട് സൂക്ഷിച്ച് വിശ്വസ്തതയും നീതിയും അവരുടെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പിറുപിറുപ്പ്, വാദം, എതിർവാദം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നടക്കണം, ഞാൻ പറയുന്നത് ജയിക്കണം, ഞാൻ പറയുന്നത് പോലെ എല്ലാവരും ചെയ്യണം, എന്നെ എല്ലാവരും അനുസരിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, ഞാൻ എല്ലാവരേക്കാൾ ശ്രേഷ്ഠനാണ്, ബാക്കിയുള്ളവരൊക്കെ എന്നേക്കാൾ മോശമാണ് എന്നൊക്കെ ഉള്ള ഭാവങ്ങൾ ഇന്ന് മാനുഷികമാണ്, മനുഷ്യനിലുള്ളത് അതാണ്. എന്നാൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ചതായ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ഉണ്ടാകുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ ഭാഗം തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾ. അവരെ സംബന്ധിച്ച് അവരിലൂടെ ദൈവത്തിന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അത് വളരെ അപകടകരമായ ഒരു ആത്മീക അവസ്ഥയും അതിൻ്റെ അന്ത്യം വളരെ വളരെ വേദനാജനകവും അല്ലെങ്കിൽ നാശകരവുമായിരിക്കും എന്നുള്ളതാണ്. പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഇതിനു മുമ്പ് നാം വായിച്ചപ്പോൾ പ്രവൃത്തികളെ കുറിച്ച് വായിച്ചു. ദൈവനാമ മഹത്വത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവ് നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ജഡത്തിൽ നിന്ന് നാം ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളും അവിടെ പ്രതിഫലമില്ലാതെ പോകും എന്ന് മാത്രമേ ഉള്ളൂ. നാം ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവിടെ അത് കർത്താവിലൂടെ അല്ല അത് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ മഹത്വത്തിനാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രതിഫലമില്ലാതെ പോകും എന്ന് മാത്രമേ ഉള്ളൂ. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ ഒരു തീയിൽ കൂടെ എന്ന പോലെ അത്രേ എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ അവരുടെ ഒരു ഭാഗമായിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നുമുള്ള ഒരു വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ നാം വീണ്ടും ജന്മം പ്രാപിക്കുന്നതിലൂടെ ആത്മാവിനെ ലഭിച്ച് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് വരിക എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതവും ഒരു അക്രൈസ്തവ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരാൾക്ക് ആത്മാവില്ല, അതുകൊണ്ട് ആത്മാവില്ലാതെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു, ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിക്കുന്നു. എന്നാൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരാൾക്ക് ആത്മാവുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആത്മാവ് അവർക്ക് ആലോചനകൾ പറഞ്ഞു കൊടുക്കുകയും ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടെല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം എന്ന് പറയുമ്പോൾ നാം എല്ലാവരെയും ശ്രേഷ്ഠരായി കാണുകയും നാം ഈ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ദുരഭിമാനമോ ശാഠ്യമോ ഒന്നും നമ്മളിൽ ഉണ്ടാവാതെ സ്വന്തം ഗുണം നോക്കി ജീവിക്കുന്ന, സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാകാതെ ഒരു മനസ്സുള്ളവരായി, ഒരു സ്നേഹമുള്ളവരായി, ഒരു ഭാവമുള്ളവരായി ഐക്യത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സഭയിലൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ അവരുടെ രൂപാന്തരം നടക്കുകയുള്ളൂ. കാരണം ഇതെല്ലാം, അതായത് ഈ മനുഷ്യർ തമ്മിലുള്ളതായ, ദൈവമക്കൾ തമ്മിലുള്ളതായിട്ടുള്ള അന്യോന്യമുള്ള ബന്ധം എന്ന് പറയുന്നത്, അതാണ് ക്രിസ്തുവിലുള്ള പൂർണ്ണതയിലേക്ക് ആളുകളെ നയിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ
ഉയരവും ആഴവും നീളവും വീതിയും സകല വിശുദ്ധന്മാരോടും കൂടെ അറിയേണ്ടതിന് എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ സഭയോട്, രക്ഷിക്കപ്പെടുന്നവരെല്ലാം സഭയോട് ദൈവം ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ആ സഭയിലൂടെ മാത്രമേ ആ സഭയിലൂടെയാണ് തുടർന്ന് ഒരു മനുഷ്യനിൽ ദൈവം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും എല്ലാ രൂപാന്തരങ്ങളും അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എല്ലാ വളർച്ചകളും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക്, ശുദ്ധീകരണത്തിന് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ളൊരു സംവിധാനമാണ് സഭ എന്നുള്ളത് മനസ്സിലാക്കി ആ സഭയെ സ്നേഹിച്ചും സേവിച്ചും സഭയ്ക്ക് വിധേയപ്പെട്ടും അന്യോന്യം കീഴടങ്ങിയും അന്യോന്യം തിരുത്തിയും അന്യോന്യം പ്രബോധിപ്പിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവപ്രസാദമായി ജീവിക്കുവാനായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ദൈവത്തിന് പ്രതിഫലം കൊടുക്കുവാനായിട്ടും കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതിനുശേഷം അടുത്ത വാക്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു നമ്മെക്കുറിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രസ്താവനയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, അവിടെ ഒരുപക്ഷെ പഴയ നിയമം നാം വായിക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ദൈവകൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് എന്നുള്ള ഒരു വാക്കായിരിക്കും. ഇവിടെ ദൈവകൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് എന്നല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്. അതായത് നമ്മുടെ പുറമേ നിന്നും നമ്മുടെ മേൽ കൽപ്പനകൾ വെച്ച് നമ്മുടെ പാപ സ്വഭാവത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ്, അല്ലെങ്കിൽ രീതിയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ രീതി എന്ന് പറയുന്നത് അതല്ല. നമുക്കൊരു പുതിയ ഹൃദയം തന്ന് ഒരു ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലാക്കി ആ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥ, അതാണ് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് എന്ന് പറയുന്നത്. ജീവന്റെ വചനം എന്ന് പറയുമ്പോൾ നമ്മളിൽ ജീവനുണ്ട്, നമ്മളിൽ ദൈവാത്മാവ് നമുക്ക് ജീവൻ നൽകിയിട്ടുണ്ട്, വചനത്തിന് ജീവനുണ്ട്, വചനം വീണ്ടും ജനിപ്പിക്കുന്നതാണ്, വചനം രൂപാന്തരപ്പെടുന്നതാണ്. നമ്മളിൽ ദൈവിക ജീവൻ ഉള്ളപ്പോൾ ഈ വചനം നമുക്ക് ജീവന്റെ വചനമായിട്ടാണ് നമുക്കത് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ അത് പ്രവർത്തിക്കുന്നത്. ജീവനില്ലാത്ത, ആത്മീകമായിട്ടുള്ള ജീവനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വചനം ജീവന്റെ വചനമായിട്ട് മാറുകയില്ല, അത് തീരുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ചില ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതോ അല്ലെങ്കിൽ പഠനവിധേയമാക്കാവുന്ന ചില ചരിത്ര വസ്തുതകളോ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളോ ഉള്ളതായ കുറെ കൽപ്പനകൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകം മാത്രമാണ് ജീവനില്ലാത്തവർക്ക് ഈ ദൈവവചനം എന്ന് പറയുന്നത്. എന്നാൽ ജീവനുള്ളവർക്ക്, ജീവൻ പ്രാപിച്ചവർക്ക്, വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക് ദൈവവചനം എന്ന് പറയുന്നത് അത് ജീവന്റെ വചനമാണ്. അവരിലുള്ള ദൈവിക ജീവന്റെ വചനമാണ്. അപ്പോൾ അവരിലുള്ള ദൈവിക ജീവനെ ഉത്തേജിപ്പിക്കുന്നതും വളർത്തുന്നതും അതിനെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നതും അത് നിറഞ്ഞ്, അല്ലെ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ നീരുറവുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറമേക്ക് ഒഴുകും എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഉള്ള ഒരു ആത്മീക അവസ്ഥയിലേക്ക് ജീവജല നദികൾ പുറപ്പെടുമെന്ന് പറയുന്നതായിട്ടുള്ള ഒരു ആത്മീക അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും. അതുകൊണ്ട് കൽപ്പനകളുടെ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു ദൈവവേദനായതിനു ശേഷം ചില കൽപ്പനകളുടെ അനുസരണം എന്നുള്ള ഒരു തലത്തിലേക്ക് നാം പോയാൽ ഒരു പഴയ നിയമ വിശ്വാസികളുടെ ജീവിതവുമായിട്ട് അതിന് യാതൊരു വക വ്യത്യാസവുമില്ല. കൽപ്പനകൾ നാം അനുസരിക്കേണ്ടി വരും. അതൊരു കൽപ്പനകളുടെ അനുസരണം അത് ഉണ്ടാകും. പക്ഷെ അതിൻ്റെ സ്രോതസ്സും അതിൻ്റെ വഴിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ബാഹ്യമായിട്ടുള്ള കൽപ്പനകൾ അടിച്ചേൽപ്പിക്കുന്നതായ ഒരു പരിപാടിയല്ല യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആരെയും നിർബന്ധിച്ചും പേടിപ്പിച്ചും അനുസരിപ്പിച്ച് അല്ലെങ്കിൽ ദൈവശിക്ഷയെ ഭയന്ന് അനുസരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് നന്മകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള മോഹങ്ങൾ കൊണ്ട് അനുസരിക്കുന്നതോ ആയിട്ടുള്ള ഒരു അനുസരണമല്ല പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും കർത്താവ് നമ്മിൽ വസിക്കുന്നുവെന്നും ആ ദൈവിക ജീവൻ നമ്മളിൽ ഉള്ളതുകൊണ്ട് ആ ദൈവിക ജീവന്റെ പ്രത്യേകതയാണ് ദൈവികമായ ആലോചനകൾ കേട്ട് അതനുസരിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ ജീവികൾക്കും അതിൻ്റെതായിട്ടുള്ള ജീവനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുമുണ്ട്.
അപ്പോൾ ഒരു കോഴിക്ക് അതിൻ്റേതായിട്ടുള്ള ജീവനും അതിനനുസരിച്ചുള്ള പെരുമാറ്റ ശൈലികളുമുണ്ട്. അതുപോലെ ഏത് മൃഗങ്ങളും പക്ഷികളുമാണെങ്കിലും. അതുപോലെ തന്നെ മനുഷ്യൻ ദൈവിക ജീവൻ പ്രാപിച്ചാൽ പിന്നെ ആ ഒരു ദൈവിക ജീവൻ്റെതായിട്ടുള്ള വെളിപ്പെടുത്തലുകളായിരിക്കും തൻ്റെ ജീവിതത്തിൽ നിന്ന് അനുദിനം ഉണ്ടാകുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സ്വാഭാവികമായ ഒരു അനുസരണത്തിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ അനുസരണം എന്ന് പറയുന്നത്. അതല്ലാതെ ഇനി ഞാൻ എന്തെങ്കിലും ദൈവകൽപ്പനകളെ ലംഘിച്ചാൽ ദൈവം എന്നെ ശിക്ഷിക്കുമോ, ദൈവം എന്നെ നരകത്തിൽ വിടുമോ, ദൈവം അനുഗ്രഹം പിടിച്ചു വയ്ക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സഭയെ പൈസ കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയത്തിൽ നിന്നാണ് ഇന്ന് ലോകത്തിലെ ആളുകൾ എല്ലാവരും അനേക ആത്മീകമായ പല പ്രവർത്തനങ്ങൾക്കും ചുമൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുന്നത്. എന്നാൽ അതൊന്നും ശരിയായിട്ടുള്ള ഒരു വഴിയല്ല. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നമുക്ക് വേണ്ടതായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ലോകത്തിൽ ജ്യോതിസുകൾ എന്ന് വെച്ചാൽ നക്ഷത്രങ്ങളെ പോലെ ഈ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നമ്മൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മെ കാണുമ്പോൾ നമ്മളിലൊരു വെളിച്ചം മനുഷ്യർക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മളിൽ വെളിച്ചം, അതായത് ഇരുട്ടുള്ള ലോകത്തിൽ നമ്മെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മളിൽ അവർക്ക് ദർശിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ജീവന്റെ വചനം നാം പ്രമാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ ജീവന്റെ വചനം നാം പ്രമാണിക്കുന്നുവെങ്കിൽ നമ്മളിലൊരു വ്യത്യസ്തത തീർച്ചയായിട്ടും കാണാതിരിക്കുകയില്ല. നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക തന്നെ ചെയ്യും. അതതിൻ്റെ വളരെ അതിനോട് ചേർന്ന് പോകുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ ജീവന്റെ വചനം പ്രമാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് പ്രകാശിക്കുവാനായിട്ട് കഴിയില്ല. നാം പ്രകാശിക്കുക എന്നുള്ളത് മാത്രമല്ല, ജ്യോതിസുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങുന്ന ആളുകളായിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മളിൽ നിന്ന് ഉളവാകുന്നത്. അങ്ങനെ പ്രകാശിക്കുന്നെങ്കിൽ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസയുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഫിലിപ്പിയിലെ വിശ്വാസികളൊക്കെ അവർ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അവർ ജ്യോതിസുകളെ പോലെ അവർ പ്രകാശിക്കണം. ഇനി അവരങ്ങനെ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നില്ല, ജീവന്റെ വചനം പ്രമാണിക്കുന്നില്ല, അവര് പിറുപിറുപ്പും വാദവും പിന്നെ അങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളാണ് അവരിൽ ഉള്ളതെങ്കിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയാകും. പൗലോസ് അപ്പോസ്തലന്റെ ഓട്ടവും അധ്വാനവും അത് വെറുതെ ആകും എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലന്റെ ഓട്ടവും അധ്വാനവും മാത്രമല്ല, ഈ ഇവിടെ വിവരിക്കുന്നതായിട്ടുള്ള ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഈ പിറുപിറുപ്പും വാദവും ഭിന്നതയും വഴക്കും അനുസരണക്കേടുമായിട്ട് നടക്കുന്ന ആളുകൾ, അവരും കുറെ ഓടുന്നുണ്ട് അല്ലേ? അവരും ഒരുപക്ഷെ സഭായോഗങ്ങളിൽ സംബന്ധിക്കുകയോ അവരുടെ ജഡത്തിൽ നിന്നുള്ളതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നുണ്ട്. അതും വെറുതെയാകും. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ വെറുതെയായി പോകുമെങ്കിൽ ഈ ആർക്കു വേണ്ടിയാണോ പൗലോസ് അപ്പോസ്തലൻ അധ്വാനിച്ചത്, അവരൊന്നും അവിശ്വാസികളാണെന്നല്ല പറയുന്നത്, അവരൊന്നും രക്ഷിക്കപ്പെടാത്തവരാണെന്നും ഇവിടെ പറയുന്നില്ല. മറിച്ച് അവര് ഈ ദുഷ്ടലോകത്തിൻ്റെ ആളുകളായിട്ട് തന്നെ അവർ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവന്റെ വചനം പ്രമാണിപ്പിച്ചുകൊണ്ട് എന്നല്ല ഉള്ളതല്ല, അതായത് ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെ നമ്മെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നടത്തുക എന്നുള്ളതല്ല, മറിച്ച് അത് പ്രമാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും ഉളവാകുന്നതായ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ വസിക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുളവാകുന്നതായ ഒരു നിർബന്ധമാണത്.
അത് പുറമേ നിന്ന് വരുന്ന ഒരു നിർബന്ധമല്ല, ഉള്ളിൽ നിന്ന് ഉളവാകേണ്ടതായിട്ടുള്ള നിർബന്ധമാണ്. ഈ ഉള്ളിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതിന് ഒരു തെളിവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ല, ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് പോലെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി എന്നാണ് എൻ്റെ ഹൃദയത്തിലെ ചിന്ത എങ്കിൽ, ആ ജീവൻ, ആ ദൈവിക ജീവൻ നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിൽ നിന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ശരി, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൻ്റെ പഠനം, ജീവന്റെ വചനം, അത് നാം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് ജീവനായി, നമുക്ക് അത് സമൃദ്ധിയായ ജീവന്റെ ജലനദികൾ നമ്മളിൽ നിന്ന് ഒഴുകുന്ന ഒരു അനുഭവമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.